What's up, Chelsea fans, football fans? Welcome back to Chelsea Karen channel. വാട്സാപ്പിലെ ഡിസ്കഷൻസ് ഒക്കെ ഏറെക്കുറെ രൂക്ഷമായിരിക്കൊണ്ടിരിക്കുകയാണ് ചെൽസിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി ഒരു വീഡിയോ, റെഗുലർ ആയിട്ട് ഇപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. മേ ബി ഒരു വീഡിയോ അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് അവർ ക്ലബ്, നമ്മുടെ ക്ലബിന്റെ യാഥാർത്ഥ്യം, എന്റെ കാഴ്ചപ്പാടിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം എന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടോം ആന്റണി, ചെൽസിക്കാരനിലെ ടോം, നമ്മുടെ ക്ലബ് മെമ്പർഷിപ്പ്, ചെൽസിക്കാരന്റെ മെമ്പർഷിപ്പിന്റെ ഡീറ്റെയിൽസുമായിട്ട് ഒരു വീഡിയോയിൽ പറയുകയുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഓഫർ ചെയ്യുന്ന ഗുഡീസ്, അതിനകത്ത് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പാക്കേജുകൾ. വി ഹാവ് എ ബോമർ ജാക്കറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ആ ബോമർ ജാക്കറ്റ് ഇന്ത്യയിൽ ഇല്ല. അത് എത്രയും പെട്ടെന്ന് നേടാനായിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസും ക്യാപ്ഷൻസും എല്ലാം ടോം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചെൽസിക്കാരന്റെ വെബ്സൈറ്റും എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഈ ജാക്കറ്റും ഗുഡീസും നേരിടേണ്ടത് എന്നുള്ളതിന്റെ ഒരു ലിങ്കും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് ഗുഡീസ്. വി ഹാവ് ദ സ്കാർഫ്, വി ഹാവ് ദ ബോംബർ ജാക്കറ്റ്, പിന്നെ പല ഐറ്റംസും ഉണ്ട്. ആൻഡ് ചെൽസിക്കാരെല്ലാം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ക്വാളിറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രൈസിൽ നമ്മൾ ഒതുങ്ങില്ല. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം അധികമൊന്നും ലാഭമൊന്നും നോക്കാണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ഫാന്റാസ്റ്റിക്. ചെൽസിക്കാരൻ മെമ്പർഷിപ്പ് ലോഞ്ച് ചെയ്യുന്നത് തന്നെ ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യമാണ്. സോ മാക്സിമം, പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇന്റർനാഷണലി ഷിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്റെ അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കിക്കഴിഞ്ഞാൽ പണിയാണ്. കാരണം ഇന്റർനാഷണൽ ഷിപ്പിംഗ് കോസ്റ്റ് തന്നെ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഷിപ്പിംഗ് കോസ്റ്റ് വരും. കാരണം ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത് ലോഡ് ചെയ്ത് അങ്ങോട്ട് അയച്ചു തന്നാൽ മതി. പക്ഷെ എന്നാൽ ആ കോസ്റ്റ് നിങ്ങൾ ബെയർ ചെയ്യേണ്ടി വരും. അപ്പൊ അതും കൂടി ഒന്ന് ചിന്തിക്കുക, അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ട്, വേറെ ഇന്ത്യയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അയച്ചു തരാം. ആരെങ്കിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുത്തു വിടണേലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഉള്ളത് UK സ്വാഭാവികമായിട്ട് ഞാൻ മേടിച്ച് വെക്കാൻ പോകുന്നത് എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ നൈസായിട്ട് മോന്റെ ലഗേജിൽ ഒരു ചെറിയ സ്പേസ് കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അയക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. The membership campaign is on, boys. Come on, take the membership campaign. Be a Chelsea Karan. Okay, വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം, ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് ഇപ്പോഴത്തെ നമ്മുടെ ക്ലബിന്റെ അവസ്ഥ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന പ്ലെയറിനെ സൈൻ ചെയ്തില്ല, ആ പ്ലെയറിനെ സൈൻ ചെയ്തില്ല, നമ്മൾ ഇന്ന പ്ലെയർ ഇല്ല, മറ്റേ പ്ലെയർ ഇല്ല, മെറസ്കിയാണോ കുറ്റക്കാരൻ, മറ്റാണോ കുറ്റക്കാരൻ. And I think I've come to a conclusion. And the conclusion is this. ഒരു ടൈറ്റിൽ വിന്നിംഗ് ടീം എപ്പോഴും സൈൻ ചെയ്യുന്നത് ടൈറ്റിൽ വിൻ ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സിനെയാണ്. ആ പ്ലെയേഴ്സ് ക്ലിക്ക് ആവുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ അപ്രോച്ചും ആറ്റിറ്റ്യൂഡും അങ്ങനത്തെ പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചെൽസിയുടെ അവസ്ഥ, ബ്രൈറ്റണിൽ ഇപ്പൊ കളിക്കാത്ത ഇവാൻ ഫെർഗൂസന്റെ പോകുമ്പോഴത്തേക്കും ഇവാൻ ഫെർഗൂസൻ, അയ്യോ. ബയൺ മ്യൂണിക്കിൽ ഇപ്പോ വിൻസെന്റ് കമ്പനി കളിപ്പിക്കാത്ത മത്തേസ്റ്റൽ, അയ്യോ. നമ്മുടെ അവസ്ഥയാണ്. ഇവര് മോശമായിട്ടുള്ള പ്ലെയേഴ്സ് അല്ല. ഡെലാപ്പ് നമ്മുടെ അവസ്ഥയാണ്. ഇവരാരും മോശമായിട്ടുള്ള പ്ലെയേഴ്സ് അല്ല. പക്ഷെ ഇവര് വരുന്നത് കൊണ്ട് നമുക്കൊരു 20-25 ഗോൾസ് ഒരു സീസൺ കൺസിസ്റ്റന്റ് ആയിട്ട് തരാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആണോ, പ്രൂവൺ പ്ലെയേഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ആവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ആ ആവുമായിരിക്കും പ്രതീക്ഷയിൽ നമ്മൾ നോണി മാഡ്വിക്കിനെ സൈൻ ചെയ്തു. അപ്പൊ നമ്മൾ അയ്യോ, നമ്മുടെ ജാക്സനെ സൈൻ ചെയ്തു, അതൊക്കെ എന്തായെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാം. ഒരു ടൈറ്റിൽ വിന്നിംഗ് ടീം വിൽ ഓൾവേസ് സൈൻ ടൈറ്റിൽ ചാലഞ്ചിങ് പ്ലേയേഴ്സ്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ, ലൈഫിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇസ് റയൽ മാദ്രിദ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ റിയൽ മാഡ്രിഡ്. ലുക്ക് അറ്റ് ദ പ്ലേയേഴ്സ് ദേ സൈൻ. അവർക്ക് ആവശ്യം ടൈറ്റിലാണ്. എല്ലാ സീസണും ടൈറ്റിൽ അടിക്കണം, എല്ലാ സീസണും ചാമ്പ്യൻസ് ലീഗ് അടിക്കണം. അതാണ് അംബീഷൻ, അതാണ് ഒരു ക്ലബിന്റെ അംബീഷൻ. അതിനു വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കും. ചെൽസിന്ന് റൂഡിഗറിനെ അവര് എടുത്തു, ടിബോ കോർട്ടുവ അവര് കരസ്ഥമാക്കി. It's fantastic. That's how you show an ambition. And Thibaut Courtois has been a stellar top goalkeeper for Real Madrid. റൂഡിഗർ ഒക്കെ ഇപ്പൊ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഡിയാഗോ ജോട്ട പോലും പറഞ്ഞാണ് റൂഡിഗർ ഇസ് വെരി അഗ്രസീവ് എന്നുള്ളത്. പിന്നെ ജൂഡ് ബെല്ലിംഗമിനെ സൈൻ ചെയ്തു. എംബാപ്പനെ അവര് പൈസ ഒന്നും കൊടുക്കാണ്ട് സൈൻ ചെയ്തു. ഇപ്പൊ എംബാപ്പയ്ക്ക് തുടക്കം മോശമായിരുന്നെങ്കിൽ അവർ നല്ലോണം പ്ലേ ചെയ്തു. വിനീഷ്യസ് ജൂനിയർ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, പക്ഷെ നൗ ഹി ഈസ് പെർഫോമിങ്. ദേ ഹാവ് ചോമിനി, ദേ ഹാവ് കാമവിംഗ. അപ്പോൾ ഓരോരുത്തരുടെ റീപ്ലേസ്മെന്റ്സ് അവർ സൈൻ ചെയ്യണം. അവർക്ക് ഇനിയും സൈൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിനെ അവര് വൂ ചെയ്യാണ്ടിരിക്കുന്നു. സോ ദാറ്റ്സ് ഹൗ യു ഷുഡ്. ഒരു ക്ലബ്, ഒരു ടൈറ്റിൽ വിന്നിംഗ് ക്ലബ് ഷുഡ് ഓൾവേസ് ചേസ് അങ്ങനത്തെ തരത്തിലുള്ള പ്ലേയേഴ്സ്. ആൻഡ് അനദർ എക്സാമ്പിൾ, വേറെ എവിടെയും പോണ്ട, നമ്മുടെ തന്നെ വിമൻസ് ടീമിൽ പോയി നോക്കുക. യു ഹാവ് ചെൽസി വിമൻസ് ടീം. എമ്മ ഹെയർസ് ആസ് എ ലെജൻഡറി കോച്ച് പോയി വി പിക്ഡ് അപ്പ് സോണിയ ബൊംബാസർ. ഇപ്പൊ നമ്മൾ 2 പ്ലേയേഴ്സിനാണ് നമ്മൾ സൈൻ ചെയ്തത്. നമുക്ക് വേണ്ടത് ഒരു ഹൈ ലൈനിൽ ഹൈ ട്രാൻസിഷൻ കളിക്കാൻ നേരത്തെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ വേണം. വൺ ഓഫ് ദ ബെസ്റ്റ് വേൾഡ്സ് ഡിഫൻഡർ ആയിട്ടുള്ള ഒരു
ഡിഫൻഡറിനെ നമ്മൾ പോയി സൈൻ ചെയ്തു. വേൾഡ് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയി സൈൻ ചെയ്തത്. നമുക്ക് വേണ്ടതൊരു മേ ബി ചാമ്പ്യൻസ് ലീഗ് ആണ് ഈ സീസണിൽ പോയി സൈൻ ചെയ്തു. ഇനി ചാമ്പ്യൻസ് ലീഗ് വേണം, വേറെ അടുത്ത പ്ലെയറിനെ വേണം, മിഡ്ഫീൽഡർ, ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ. ബാർസലോണയിൽ നിന്ന് തന്നെ നമ്മൾ ക്രിയേറ്റീവ് മിഡ്ഫീൽഡറിനെ നമ്മൾ സൈൻ ചെയ്തു. അതിന്റെ ഏകദേശം ഫൈനൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ ലുക്ക് അറ്റ് ദാറ്റ് വിമൻസ് ടീമിന്റെ അംബിഷൻ നോക്കുക. ഒന്നും വേണ്ട, അപ്പുറത്ത് മാഞ്ചസ്റ്റർ സിറ്റി, പെപ് ഗോർഡിയോള ഗ്രീലിഷിനെ സൈൻ ചെയ്തു, ക്ലിക്ക് ആയില്ല. ഡോക്കുവിനെ സൈൻ ചെയ്തു, കുഴപ്പമില്ല. എന്നാ പറയുന്നത് മർമൂഷിനെ സൈൻ ചെയ്തു. കോൾ പാൽമർ പോയി, കുഴപ്പമില്ല. അല്ല, കോൾ പാൽമറിന് മുമ്പാണ് സെമിനിനെ സൈൻ ചെയ്തത്. മഹാരാസിനെ വന്നു, മഹാരാസ് പോയി, ഫിൽ ഫോർഡൻ വന്നു, ഇനി ഒരു ഡിഫൻഡറിനെ സൈൻ ചെയ്തു, കുഴപ്പം. സോ ദ അംബിഷൻ ഉണ്ട്, അവർ ആറ്റിറ്റ്യൂഡ് അവർ കാണിക്കുന്നുണ്ട്. 3 പ്ലേയേഴ്സിന് ഓൾറെഡി സൈൻ ചെയ്തു. നമുക്ക് വേണമെങ്കിൽ പറയാം മറ്റേ ക്യാഷ് ഒക്കെ സ്പ്ലാഷ് ചെയ്യുന്നുള്ളത് പറയാം. സ്പ്ലാഷ് ചെയ്തു, ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, സ്പ്ലാഷ് ചെയ്തു. പ്ലേയേഴ്സിനെ വേണം. കാരണം എന്താണ്? അംബിഷൻ. നമ്മളിപ്പോഴും 16 വയസ്സ് പിള്ളേരെ, 17 വയസ്സ് പിള്ളേരെ, നാളെ പ്രസവിക്കാൻ പോകുന്ന കൊച്ചിനെയൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മെൻസ് ടീം. അതിന് കാരണം 2 പൊട്ടന്മാർ. ഇതിന് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തു. അതിന് മേലിൽ കാരണം ഇവരെ 2 പേരെ നയിക്കുന്ന വേറെ പൊട്ടന്മാരുള്ളത് കൊണ്ടാണ്. ഇവർക്ക് അംബീഷൻ ഇല്ല മെൻസ് ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. ഇവർക്ക് 2045 നമ്മൾ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ടൈറ്റിൽ അടിച്ചാൽ മതി. ഇപ്പൊ ടൈറ്റിൽ അടിക്കണം എന്നുള്ള ഒരു അംബീഷൻ ഇല്ല. ആ അംബീഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ടാർഗറ്റുകളും അതുപോലെ തന്നെയാണ്. എങ്ങും ഇല്ലാണ്ട് ആന്റണി ഗോർഡൻ അല്ല, നമ്മുടെ ഗർനാച്ചോനെ പോയി സൈൻ ചെയ്യുന്നു. ഗർനാച്ചോ മോശം പ്ലെയർ ആയിട്ടില്ല. ഡസ് ഹി ഗ്യാരണ്ടി ഹസ് ഗോൾസ്? നോ, ഇറ്റ് ഡസന്റ് ഗ്യാരണ്ടി ഹസ് ഗോൾസ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോലും പുള്ളിക്കാരൻ ഗോൾസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ആൻഡ് അപ്പൊ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റന്റ് പെർഫോമിംഗ് വിങ്ങർ ആണ്. വേണ്ട, നമ്മൾ ആ തരത്തിലൊന്നും സൈൻ ചെയ്യില്ല. സോ ദ റിയാലിറ്റി ഈസ് ദിസ്: നമ്മളൊരു മിഡ് ടേബിൾ ക്ലബ്ബാണ്. നമ്മുടെ മാനേജ്മെന്റിന്റെ ചിന്താഗതി ഒരു മിഡ് ടേബിൾ ക്ലബ്ബാണ്. മാറ്റ്ലോ എന്ന് പറയുകയുണ്ടായിരുന്നു, ടോപ്പ് 4 എത്തിയില്ല എന്നുണ്ടെങ്കിൽ പ്രഷർ മരസ്കയ്ക്ക് ആയിരിക്കും, സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് അല്ല എന്നുള്ളത്. ഇതെനിക്ക് ഇന്ത്യൻ മാനേജ്മെന്റിന്റെ ഫിലോസഫിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഒരു തോണി തുഴയാനായിട്ട് ഒരാൾ മാത്രം, ബാക്കി 6 പേര് മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ സിറ്റുവേഷൻ. ഈ തോണി തുഴയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇരിക്കുന്നത് മരസ്കയാണ്. പക്ഷെ മരസ്ക മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഒരു ഇൻപുട്ടും കൊടുക്കുന്നില്ല. മരസ്കയ്ക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ കൊടുക്കാണ്ട് മരസ്ക ടോപ്പ് 4 തന്നെ എത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നമ്മൾ എത്ര തവണ നോക്കിയതാണ്, കഴിഞ്ഞ ഒരു 3-4 സീസൺ ആയിട്ട് നോക്കിക്കാണ് നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, വി ഡോണ്ട് സ്കോർ. ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, വി ഡോണ്ട് സ്കോർ. ആൻഡ് മരസ്ക ഇസ് കൺസിസ്റ്റന്റ്ലി ഷോയിങ് us that we can create chances. ആൻഡ് മരസ്ക തന്നെ കാണിച്ചു കൊടുക്കണം, മക്കളെ നോക്ക്, ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം, നോക്ക്, കൺവേർട്ട് ചെയ്യാൻ ആളില്ല. പക്ഷേ ഈ പൊട്ടന്മാർക്ക്, മണുഗുണാച്ചന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആൻഡ് വി ആർ എ മിഡ് ടേബിൾ ക്ലബ്. ഇപ്പോൾ ആ ടീമിൽ കോൾ പാൽമർ, ഫിറ്റായ റീസ് ജെയിംസ്, കൈസേഡോ, കുക്കുറയെ ഒഴിച്ച് വേറെ ആരെയും എനിക്ക് വേൾഡ് ക്ലാസ് എന്ന് പറയാൻ തോന്നുന്നില്ല. ഒരിടയ്ക്ക് ഞാൻ എൻസോ ഫെർണാണ്ടസിനെ വേൾഡ് ക്ലാസ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനത് കുറച്ച് ആ എക്സ്പെക്ടേഷൻ കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നു. വേറെ ഒന്നുമല്ല, ഒരു നമ്പർ 8 ഒന്നും അല്ല. ഇടയ്ക്കൊക്കെ ഒരു ഗോൾ അടിച്ചെങ്കിലും കൺസിസ്റ്റന്റ്ലി ആ നമ്പർ 8 പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. സോ വി ഡോണ്ട് ഹാവ് ടീം, വി പ്ലേ ഹൈ ലൈൻ ഹൈ പൊസിഷൻ ടീം. പക്ഷേ ട്രാൻസിഷൻ അറ്റാക്കിൽ പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിഫൻഡേഴ്സ് നമ്മുടെ കയ്യിലില്ല. ടോസിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, ഡിസാസിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഡിസാസിനെ ആസ്റ്റൺ വില്ലയ്ക്ക് വിടുന്നും കൂടിയല്ലേ മണുഗുണാച്ചന്മാർ. സോ റിയാലിറ്റി ഈസ് വി ആർ എ മിഡ് ടേബിൾ ക്ലബ്. നമുക്ക് അംബീഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യുന്നില്ല. നമ്മുടെ അംബീഷൻ ചിലപ്പോൾ അടുത്ത സമ്മറിലോ അതിന്റെ അടുത്ത സമ്മറിലോ 2045 ഒക്കെ ആയിരിക്കും. അതുവരെ നമ്മൾ ഈ കണന്ന് കണാ എന്ന് പറഞ്ഞ ഒച്ചയും പോലെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. സാഞ്ചസിനെ മാറ്റി വേറൊരു ഗോൾ കീപ്പറിനെ വേണ്ട. നമ്മൾ പെൻഡേഴ്സ് ഉണ്ട്, ഫിലിപ്പ് യോർഗൻസൺ ഉണ്ട്, നമ്മൾ ഹാപ്പിയാണ്. നമ്മളല്ല, ബോർഡ് ഹാപ്പിയാണ്. ദാറ്റ്സ് എ റിയാലിറ്റി. ഈ റിയാലിറ്റിയിലാണ് നമ്മളിപ്പോൾ സർവൈവ് ചെയ്യുന്നത്. വി ഹാവ് സ്റ്റോപ്പ് ബീങ് എൻ അംബീഷ്യസ് ക്ലബ്. ആൻഡ് ഈവൻ ഇപ്പോൾ റോമൻ അബ്രാമോവിച്ചിന്റെ ഇറ നോക്കിക്കഴിഞ്ഞാലും അവര് കുറെ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ ഫ്ലോപ്പായി, കുറെയൊക്കെ ഹിറ്റായി. പക്ഷെ നമുക്ക് ടൈറ്റിൽസ് ജയിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ലുക്കാക്കുവിനെ സൈൻ ചെയ്തു, അവൻ ക്ലിക്ക് ആയില്ല, അല്ലെങ്കിൽ അവൻ പോയി ഇന്റർവ്യൂ കൊടുത്തു. അതിൽ നമുക്ക് മാനേജ്മെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ മണുഗുണാച്ചൻ ഇങ്ങനെയായി മാറുന്നുള്ള നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ വി ഷോഡ് എൻ അംബീഷൻ. നമുക്ക് CH-നെ കൊണ്ടുവന്നു, വി ഷോഡ് എൻ അംബീഷൻ. പ്ലേയേഴ്സ് ക്ലിക്ക് ആവില്ല എന്നുള്ള, ബട്ട് ഷോ എൻ അംബീഷൻ. ഇവിടെ എന്ത് അംബീഷൻ? 10 വയസ്സ് 15 വയസ്സുള്ള പ്ലെയർ ആണെങ്കിൽ 40 മില്യൺ 50 മില്യൺ 100 മില്യൺ എന്ന് പറഞ്ഞ് നമ്മൾ പുറകെ നടക്കും. ഒരു ക്വാളിറ്റി പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് നടക്കില്ല. സോ റിയാലിറ്റിയിലേക്ക് വരിക. നമ്മുടെ അംബീഷ്യസ് അല്ലാത്തൊരു ക്ലബ്ബാണ് മാറി. ആൻഡ് താങ്ക്സ് ടു എഗ്ബാലി ആൻഡ് ദ 2 സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ്. ആ ചാലഞ്ച് ചെയ്യുന്ന ഒരു ടൈറ്റിൽ വിന്നിംഗ് ചെൽസി അല്ല, ഒരു മീഡിയോക്കർ ടീമിനെ വെച്ചിട്ട് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പെർഫോമൻസ് കാണാനും പറ്റില്ല. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി കാരൻ.